ഇന്ത്യയിലെ ഏത് സെലിബ്രിറ്റികൾ എടുത്തു നോക്കിക്കഴിഞ്ഞാലും, അതായത് നമുക്ക് മുന്നിലൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന പല കഥാപാത്രങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാലും അവരൊക്കെ പഠിച്ചത് ഏറ്റവും പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്. അതായത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും നമ്പർ 1 കോളേജുകളിലാണ്. ആരും പഠിക്കാൻ, അവിടെ നിന്ന് പഠിച്ചിറങ്ങണമെന്ന് ആരും കൊതിച്ചു പോകുന്ന ഏറ്റവും നമ്പർ 1 നിൽക്കുന്ന കോളേജുകളിലാണ് പഠിച്ച് ഇറങ്ങുന്നത് അവരൊക്കെ. അപ്പൊ എന്താണ് ഇതിന്റെ ബെനിഫിറ്റുകൾ? എന്തുകൊണ്ടാണ് പലരും നമ്മളോട് പറയുന്നത് ടോപ്പ് ലെവലിലുള്ള കോളേജിൽ പഠിക്കണം 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 എന്നുള്ളത്? എന്താണ് അതിന്റെ കാരണം? യെസ്, ബെനിഫിറ്റുകൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അതായത് മക്കളെ, നമ്മൾ പഠിക്കുന്ന ഇടം അടിപൊളിയാണെങ്കിൽ ഓൾറെഡി ഈ ഒരു കോളേജിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ഏറ്റവും അടിപൊളിയായിട്ടുള്ള ആളുകളെ അവിടെ എത്തുള്ളൂ. അതായത് നമ്മളും അവിടേക്ക് പോകുമ്പോൾ ഒരുപക്ഷെ നമുക്ക് എപ്പോഴെങ്കിലൊക്കെ അയ്യോ എനിക്കിതൊന്നും പറ്റൂല എന്ന് തോന്നുന്നിടത്ത് നമ്മുടെ സറൗണ്ടിങ്സ് അടിപൊളിയാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളും അടിപൊളിയായി തീരുന്ന സൈക്കോളജിക്കലി തെളിയിച്ച കാര്യമാണ്. അതായത് നമ്മളൊരു ഇങ്ങനെ ചിന്തിച്ചാൽ മതി, ഏതാണ് ഗതി കെട്ടാൽ പുലി പുല്ലും തിന്നുന്നത് കേട്ടിട്ടില്ലേ? അങ്ങനെ, അല്ലെങ്കിൽ ചേരയെ തിന്നുന്ന നാട്ടിൽ പോയാൽ ചേരയുടെ നടുക്കണ്ടം തിന്നണമെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? അതേപോലെ തന്നെയാണ് ഒന്നാമത് നമ്മുടെ ലാംഗ്വേജ് സ്കില്ല്. അതാണ് എവിടെ പോയി കഴിഞ്ഞാലും രക്ഷപ്പെടാനുള്ള ഒരു ഘടകമാണ് ലാംഗ്വേജ് ക്ലിയർ ആക്കുക എന്നുള്ളത്. ഇംഗ്ലീഷ് അത് നമുക്ക് എന്തായാലും 100% നമ്മൾ അവിടെ ചെന്നെത്തിപ്പെടുന്ന പല നമ്പർ 1 കോളേജുകളിൽ നിന്നും നമ്മൾ ഓട്ടോമാറ്റിക്കലി പഠിക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയല്ല, ഓട്ടോമാറ്റിക്കലി പഠിക്കും. രണ്ടാമത്തെ കാര്യം കൾച്ചർ ഡെവലപ്പ് ആവുന്നതാണ്. അതായത് നമ്മൾ നമ്മുടെ ഉള്ളിലുള്ള ചെറിയ ചെറിയ ആഗ്രഹങ്ങളിൽ നിന്നും വലിയ വലിയ ആഗ്രഹങ്ങളിലേക്ക് എത്തിപ്പെടും. അതായത് സറൗണ്ടിങ്സ് തന്നെയാണ്. നമുക്ക് ചുറ്റുഭാഗമുള്ളവർ മുഴുവനും അവർ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കേൾക്കുന്നത് വലിയ വലിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും. അവരൊരിക്കലും നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും മലകൾ കുന്നുകളോ കയറ എന്നുള്ളതല്ല. അവരുടെ ആഗ്രഹം എവറസ്റ്റ് കൊടുമുടി കീഴടക്കുക എന്നുള്ളതായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? അതായത് കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ അവരുടെ ചിന്തയിലേ ഉണ്ടാവില്ല. നമ്മൾ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ കൊണ്ടായിരിക്കാം കോളേജിൽ എത്തിപ്പെട്ടത്. പക്ഷെ അവിടെ നിന്ന് 1-2 മാസങ്ങൾ കഴിയുമ്പോഴേക്കും നമ്മുടെ ആഗ്രഹങ്ങൾക്ക് മാറ്റം സംഭവിച്ചിട്ടുണ്ടാവും, നമ്മുടെ ജീവിത രീതിക്ക് മാറ്റം സംഭവിച്ചിട്ടുണ്ടാവും, നമ്മുടെ എല്ലാ കാര്യങ്ങളും A to Z കാര്യങ്ങൾക്ക് മാറ്റം സംഭവിച്ചിട്ടുണ്ടാവും. അപ്പൊ അവിടെ നിന്ന് പഠിച്ചിറങ്ങുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി വലിയ വലിയ കമ്പനികൾ, വലിയ ഇങ്ങനെ ലോകത്തിലെ തന്നെ നമ്പർ 1 ആയി നിൽക്കുന്ന കമ്പനികൾ നമ്മളെ നോക്കുന്നുണ്ടാവും. അതാണ് വലിയ വലിയ കോളേജുകൾ, അതായത് ടോപ്പ് ലെവലിലുള്ള കോളേജിൽ പഠിക്കണം എന്ന് പറയുന്നത്. ഈ ടോപ്പ് ലെവൽ കോളേജുകളിലൊക്കെ എത്തിപ്പെട്ട ആളുകളൊക്കെ എങ്ങനെയാണ് എത്തിപ്പെട്ടതെന്ന് വെച്ചാൽ, ഒരു +2 കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ അതൊക്കെ കഴിഞ്ഞിട്ടല്ല അവർ പ്രിപ്പയർ ചെയ്ത് തുടങ്ങി ഫൗണ്ടേഷൻ സെറ്റാക്കുക എന്നുള്ള. അതായത് ഫൗണ്ടേഷൻ കോഴ്സ് അവരൊക്കെ ചെറിയ ക്ലാസ്സിൽ തന്നെ, എനിക്ക് തോന്നുന്നു 2019 തോന്നുന്നു, എൻ്റെ ഓർമ്മ തെറ്റാണെങ്കിൽ ക്ഷമിക്കണം, 2019 IAS കേരളത്തിൽ നിന്ന് റാങ്ക് കിട്ടിയ ഒരു കുട്ടിയോട് പത്രക്കാർ ചോദിക്കുന്നുണ്ട് എന്ന് മുതലാണ് ഈ ആഗ്രഹം സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ ആ കുട്ടി പറയുന്ന ഒരു കാര്യമുണ്ട്, എവിടേക്കോ ഒരു മാഗസിൻ ഉണ്ടായിരുന്നു, ഒരു മാസിക ഉണ്ടായിരുന്നു. ആ മാസിക ആ കുട്ടി 6ാം ക്ലാസ്സിലാവുമ്പോൾ അങ്ങനെ ഒരു മാഗസിൻ വീട്ടിലേക്ക് വന്നപ്പോൾ അതിൻ്റെ കവർ പേജ് അന്നത്തെ IAS ഒരു ഫോട്ടോയായിരുന്നു, റാങ്ക് നമ്പർ 1 കിട്ടിയ. അന്ന് ആഗ്രഹിച്ചതാണത്രേ ഞാനും ഇതേപോലെ IAS എനിക്കും ഭാവിയിൽ ഏതെങ്കിലും മാഗസിനിൽ കവർ പേജ് ഫോട്ടോ ആയിട്ട് ഞാനും വരുന്നു. എന്നിട്ട് ആ കുട്ടി 6ാം ക്ലാസ്സിൽ നിന്ന് തുടങ്ങിയെന്നാണ് പറയുന്നത്. അതായത് നമ്മൾ എവിടെയെങ്കിലും എത്തണം എന്നുണ്ടെങ്കിൽ എന്നെങ്കിലും ചിന്തിച്ചതുകൊണ്ട് കാര്യമില്ല, ഹൈസ്കൂൾ ലെവലിൽ തന്നെ ചിന്തിച്ചു തുടങ്ങണം. അങ്ങനെ ചിന്തിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ അടിപൊളിയായിട്ട് മാറും. അങ്ങനെ നമ്മൾ പഠിച്ച് കയറാൻ പറ്റിയ ഒരു സംഭവമാണ് ഇൻ്റഗ്രേറ്റഡ് സ്കൂൾ എന്നുള്ളത്. എന്താണ് സാറേ ഇൻ്റഗ്രേറ്റഡ് സ്കൂൾ? അതായത് 10ാം ക്ലാസ് കഴിഞ്ഞ് നിങ്ങൾക്ക് നോർമൽ ലെവലിൽ +1 +2 സാധാ നാട്ടിലുള്ള സ്കൂളുകളിൽ പഠിക്കാം, സാധാ പോലെ കോളേജുകളിൽ പഠിക്കാം. അല്ല, പ്രീമിയം ലെവലിൽ ടോപ്പ് ലെവലിൽ സെലിബ്രിറ്റികളൊക്കെ പഠിക്കുന്ന വലിയ വലിയ കോളേജുകളിൽ നിങ്ങൾക്കും എത്തണമെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് നമ്മുടെ ഇൻ്റഗ്രേറ്റഡ് സ്കൂളിലേക്ക്, അതായത് നമ്മളുമായിട്ട് നമ്മുടെ എജുപോർട്ടിലെ ടീച്ചേഴ്സുമായിട്ട് ഇവിടെ നിന്ന് 2 വർഷം നമുക്ക് പഠിച്ചാൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം 1 വർഷം നിങ്ങൾക്ക് നഷ്ടമാവില്ല. അതായത് ഒരു പക്ഷേ നിങ്ങൾ നീറ്റോ JEE ഒക്കെ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി 1 വർഷം +2 കഴിഞ്ഞാൽ വീണ്ടും എടുക്കും. പക്ഷെ ഞാൻ പറയുന്നുണ്ട്, ഈ ഇൻ്റഗ്രേറ്റഡ് സ്കൂളിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ 2 വർഷം കൊണ്ട് തന്നെ നിങ്ങൾക്ക് സെറ്റാക്കിയിട്ട് നിങ്ങൾക്ക് എന്തായാലും എവിടെ എത്താൻ പറ്റും? 1 വർഷം പോലും നഷ്ടപ്പെടുത്താതെ ഈ പറയുന്ന ടോപ്പ് ലെവൽ കോളേജുകളിൽ എത്താൻ പറ്റും. അതിന് സാറേ എന്താ ചെയ്യേണ്ടത്? ഞങ്ങളുടെ കയ്യിൽ വലിയ രീതിയിലുള്ള പൈസ ഒന്നും ഇല്ലല്ലോ. 100% സ്കോളർഷിപ്പോട് കൂടിയുള്ള ഒരു എക്സാം നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്, ESAT എന്ന് പറഞ്ഞിട്ടുള്ള. ആ എക്സാമിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ നിങ്ങൾക്ക് അല്ലെങ്കിൽ ആഗ്രഹമുണ്ടെങ്കിൽ 100% നിങ്ങൾക്ക് എന്താണ് കംപ്ലീറ്റ് ഫ്രീ ആയിട്ട് നമ്മളിതിൽ പഠിക്കാം. അതായത് ഏറ്റവും ടോപ്പ് റാങ്കിലേക്ക് എത്തുന്ന ഈ എക്സാമിൽ ഏറ്റവും ടോപ്പ് ലെവലിൽ എത്തുന്ന ആളുകൾക്ക് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് 2 വർഷം നമ്മുടെ കൂടെ എജുപോർട്ടിലെ ടീച്ചേഴ്സിൻ്റെ കൂടെ നിന്ന് പഠിക്കാം. അതിന് ചെയ്യേണ്ടത്, നമ്മുടെ എക്സാം ഇപ്പോൾ വരുന്നത്
സെപ്റ്റംബർ 21 നമ്മുടെ എക്സാം വരുന്നത്. ആ സെപ്റ്റംബർ 21 എക്സാം നിങ്ങൾക്ക് എഴുതണം എന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി ഓഫ്ലൈൻ ആയിട്ടാണ് എക്സാം നടക്കുന്നത്. അത് എഴുതണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒരൊറ്റ കാര്യമാണ്. അതായത് ഇപ്പൊ കമന്റ് ബോക്സിൽ നമ്മുടെ ഇസാറ്റ് എക്സാമിന്റെ രജിസ്റ്റർ ചെയ്യേണ്ട ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. ആ ലിങ്കിൽ കയറി നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മൾ ഹാൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ അയച്ചു തരും. നിങ്ങളുടെ നാട്ടിൽ തന്നെ ഒരു സെന്റർ ഉണ്ടായിരിക്കും, വേറെ എവിടെ പോവണ്ട. നിങ്ങളുടെ അടുത്ത് എവിടെയാണോ അതിൻ്റെ അടുത്ത് തന്നെ നിങ്ങൾക്ക് വേണ്ടി ഒരു സെന്റർ ഒക്കെ സെറ്റ് ആക്കിയിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ഇസാറ്റിൽ ഏറ്റവും ടോപ്പ് ലെവലിൽ മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇന്റഗ്രേറ്റഡ് എജുപോർട്ടിന്റെ ഇന്റഗ്രേറ്റഡ് സ്കൂളിൽ പഠിക്കുകയും ചെയ്യുക, ഫ്രീ ആയിട്ട് പഠിക്കുകയും ചെയ്യുക. മാത്രമല്ല അത് കഴിഞ്ഞിട്ട് നമ്മൾ പറയുന്ന ഏറ്റവും ടോപ്പ് ലെവലിലുള്ള കോളേജിൽ എത്തിപ്പെടാൻ പറ്റും. ആ ടോപ്പ് ലെവലിലുള്ള കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങുമ്പോഴേക്കും നിങ്ങൾക്ക് പ്ലേസ്മെന്റ് കിട്ടിയിട്ടുണ്ട്, അതായത് ജോലി കിട്ടിയിട്ടുണ്ടാവും. പിന്നെ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ തന്നെ മാറിയിട്ടുണ്ടാവും. അങ്ങനെ ലൈഫ് സ്റ്റൈൽ മാറാൻ താല്പര്യമുള്ളവർ ഇപ്പൊ തന്നെ കമന്റ് ബോക്സിലെ ലിങ്കിൽ കയറി രജിസ്റ്റർ ചെയ്തോളൂ, എക്സാം എഴുതിക്കോളൂ. എക്സാം എഴുതാൻ യാതൊരുവിധ ഫീസും ഇല്ല, രജിസ്റ്റർ ചെയ്യാൻ യാതൊരുവിധ ഫീസും ഇല്ല. ശരിക്കും പറയാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഒന്നുമില്ല, അങ്ങനെ തന്നെ വേണമെങ്കിൽ പറയാം. നിങ്ങൾ നമ്മുടെ കൂടെ കൂടിയാൽ മതി, നമ്മൾ നിങ്ങളെ എത്തിക്കും ഈ ലെവൽ പറയുന്ന ടോപ്പ് ലെവൽ കോളേജുകളിൽ.